നമസ്കാരം. ഒരു മിനിറ്റ്. ഇവിടെയില്ല ഒരു മൊണ്ണകൾക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നാളെ രാവിലെ ലൈവിൽ ഇവരെ കാണാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അത്രയും മോശമായ തരത്തിലുള്ള ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതെന്ന് പറഞ്ഞാൽ അക്ബറിനെ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടുണ്ട് ആദില, നൂറ, അതുപോലെ തന്നെ എന്നുള്ള അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ മുഴുവൻ. അതായത് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ അവർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കണമെങ്കിൽ നിന്നെ പോലെയുള്ള ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് അഹങ്കാരത്തിന്റെ എന്ന മൂർധന്യ അവസ്ഥയിലാണ് ഈ സ്ത്രീ ഉള്ളത്. ഇപ്പൊ അക്ബർ അവരോട് പറഞ്ഞത് നിന്റെ മടിയിൽ ഞാൻ കയറി ഇരിക്കാൻ വന്നിനോ, അതെല്ലാം തെറ്റ് തന്നെ. പക്ഷെ അത് അക്ബറിനോടല്ലേ പറയേണ്ടത്. അക്ബറിനോട് പറയാതെ ഇതെന്ന് പറയുന്നത് അവര് അങ്ങ് പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുക. മനസ്സിലായി? അതാണ് അവിടെയുള്ള ഒരു മൊണ്ണകൾക്കും ഇത് മനസ്സിലായില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കില്ല. ഇങ്ങനെ അതിലേക്ക് അവർക്ക് അറിയില്ല ഇതിന്റെ സംഭവം എന്താണെന്നറിയില്ല. ഇതൊരു വലിയ സംഭവമാണ്, ഇത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മുള്ളംകൊല്ലി ടീമിനോട് പറയുകയാണ്, ഈ പെണ്ണിന്റെ പോഷൻ കട്ട് ചെയ്താൽ മാത്രമേ ആ സിനിമ പോയി കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ സിനിമയും കാണൂല ഉണ്ടെന്നല്ലേ പറയുന്നത്. അല്ല, ഇവളെ പോലെയുള്ള അഹങ്കാരിയായ തോന്നിവാസി ഉള്ളിടത്തോളം കാലം ആ സിനിമ കാണരുത്. മനസ്സിലാക്കണം. നീ എന്തൊരു വൃത്തികെട്ട വർത്താനായി പെണ്ണ് പറയുന്നത്. ഇത് ബാക്കി എല്ലാവരോടും പുച്ഛാണ്. എല്ലാവരോടും പുച്ഛാണ്. പ്രേക്ഷകരോട് പുച്ഛാണ്, മറ്റുള്ളവരോട് പുച്ഛാണ്, സമൂഹത്തോട് പുച്ഛാണ്. ഞാനെന്തോ UK കാരിയാണ്, ഞാനെന്തോ UK ഇതാണ്, എവിടെയും ക്ലീൻ ഇല്ല, എവിടെയും ഇത്. എന്തൊരു മനുഷ്യത്തിയത്. അല്ല, സത്യത്തിൽ ഞാനതാ വിചാരിക്കുന്നത്, ഈ ബിഗ് ബോസ് നാട്ടുകാരെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് ഇറക്കുന്നത്. നല്ല മലയാളികളെ ഒന്നും കാണാനില്ല. കേരളത്തിൽ തന്നെ സ്ഥിരതാമസമുള്ള ഒരു മലയാളികളെ ഇവർക്ക് ഷോയിലേക്ക് കിട്ടാനില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊരു മെഗാ സീരിയലാണിപ്പോ. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നതിന് ഒരു മെഗാ സീരിയലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പാനി സിനിമയിൽ നിന്ന് വന്നത് മോഹൻലാലിന്റെ റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഏഷ്യാനെറ്റിൽ നിന്ന് വന്നത്, അക്ബർ ഏഷ്യാനെറ്റിൽ നിന്ന് വന്നത്, ബിന്നി ഏഷ്യാനെറ്റിൽ നിന്ന് വന്നത്, പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ സീരിയല്, പിന്നെ അതുപോലെ തന്നെ അനുമോളും ഇവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിചയമുള്ളവരാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് എന്താ പറയേണ്ട അനീഷ് മാത്രമുണ്ട് കുറച്ചെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ബന്ധുക്കളും സ്വന്തക്കാരും. ആര്യനാണെങ്കിൽ ശോഭേന്റെ ബന്ധു, ഇപ്പൊ വന്ന ലക്ഷ്മി ആണെങ്കിൽ എന്ന് പറഞ്ഞത് മറ്റേ എന്നാന്ന് എല്ലാവരുടെയും ബന്ധുവാണ്, മാരാരുടെ ബന്ധുവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഇവന്മാർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അത് ആദില, നൂറ, അതിന്റെ കാര്യത്തിൽ ഞാനത് കേട്ടില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞൊന്നും അറിയില്ല, ഞാൻ കേട്ടില്ല. അത് എവിടെയൊക്കെയോ വരുന്നുണ്ടായിരുന്നു, ഏതെല്ലോ ആൾക്കാർ അത് വിളിച്ച് പറയുന്നുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തൊരു വൃത്തികേടാ ഇത്. അല്ല, ഇത് ബിഗ് ബോസ് അല്ല, ഇത് ബിഗ് ബോസ് പറയുന്നില്ല. അതല്ലേ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാർ ഇമാതിരി എന്താണ് പറഞ്ഞില്ല, അവന് റെഡ് കാർഡ് ഒക്കെ. അയ്യോ, പറഞ്ഞാ മതി. ഇത് ഈ സ്ത്രീ എന്താ കാട്ടുന്നതായിരുന്നു, കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിച്ചു. വളരെ മോശമായിരുന്നു. കാരണം വെച്ചാൽ ആരും ഇത് ഇത്രമാത്രം അഹങ്കാരം പറയ പാടില്ലല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളോട് അക്ബർ പറഞ്ഞത് തെറ്റാണ്. അക്ബർ കക്കൂസാണ്, അക്ബറിന്റെ ബായ കക്കൂസാണ്. അക്ബറിന് വേണ്ടിയിട്ടാണ് ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നൂറൊക്കെ കൊടുത്ത ഈ സംഭവം ഇല്ലേ, അത് ഈ അക്ബറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അവന്റെ നാക്ക് ശരിയാക്കണ്ടേ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അക്ബറിനൊരു കപ്പ്, അക്ബറിനൊരു ട്രോഫി, ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയത് തന്നെ. അതുകൊണ്ടാണ് ഇത്രയും ബലഹീനതായ കുറെ മത്സരാർത്ഥികളെയും എടുത്തത്. എന്തിനാ അറിയാം, ഈ അക്ബറിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അക്ബർ നോക്കുമ്പോഴേക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീറ്റിപ്പൊക്കല്ല, കപ്പൂസാണ് അയാള്. അയാൾ എന്തൊക്കെയാ പറയുന്നത് അയാൾക്ക് തന്നെ അറിയുന്നില്ല. അതായത് വായിൽ തോന്നിയതങ്ങ് അതല്ല. എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ ഉമ്മാനെ കൊണ്ട് വിളിപ്പിക്കും. അതാണ്ടാവുക, മോനെ ഇവിടെ പുറത്തെല്ലാം ഭയങ്കര പ്രശ്നമാടാ, നീ ഇങ്ങനെ ചെയ്യല്ലടാ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയും. ഇതാണ് നടക്കുന്നത്. അക്ബറിന് എന്തുമാത്രം ബിഗ് ബോസ് ഇത് കൊടുത്തു, നീ ഒന്ന് പറ. എത്ര മാസം ഇളവ് കൊടുത്തു? അത് എന്തുകൊണ്ടാ? അവര് തമ്മിലുള്ള സ്നേഹം കൊണ്ടാണ്. അതായത് അക്ബർ അവിടെ വർക്ക് ചെയ്യുന്നവനായതുകൊണ്ടും അത് മാത്രമല്ല എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അപ്പൊ അക്ബറിനെ കൊണ്ടുവന്നിട്ട് ഈ ബാക്കിയുള്ള മത്സരാർത്ഥികളെ ഊളകളെ കൊണ്ടുവന്നു. ഇപ്പൊ അപ്പാനീശാരത്തിനെ പുറത്താക്കിയില്ലേ, അതുപോലെ തന്നെ ഷാരിഖിനെ പുറത്താക്കിയില്ലേ. എന്തിനാ? അവരെ വായ തുറക്കുന്നവരാന്ന്. അവരെ വായ തുറക്കൂ, അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ വായ തുറക്കാത്ത കുറെ ടീമാണ്. അല്ല, അനുമോളും അനീഷിനൊന്നും കപ്പ് കൊടുക്കത്തില്ല ഇവര്. ലാസ്റ്റ് നിമിഷം ഇവര് തഴിയൂ, അതറിയ നീ. ലാസ്റ്റ് നിമിഷത്തിൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് നീ കണ്ടോ എങ്ങനെയെങ്കിലും ഇവരെ തഴയാൻ നോക്കും. അതാണ് ഉണ്ടാവുക.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയുള്ള സ്ത്രീകളെ ഒരിക്കലും അവിടെ നിർത്താൻ പാടില്ല. ആ സ്ത്രീ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അഹങ്കാരത്തിന്റെ എന്തോ ഒരു കൂടും കൊണ്ടാണ് വരുന്നത്, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്. എല്ലാവരോടും ആ ഒരു ഭാവത്തിലാണ് ഇരിക്കെ നടക്കെ ഒക്കെ ചെയ്യുന്നത്. ഇന്നത്തെ ആ ഒരു ടാസ്കിനിടയിലാണ് നമ്മളൊന്ന് ചിരിച്ചു കണ്ടത് അവിടെയുള്ള ആൾക്കാർ വരെ പറയുന്നു. പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് അതല്ലേ എന്തൊരു ഞാനെന്തോ വലിയ സംഭവമാണ്, എന്നെ എല്ലാരും ഇങ്ങനെ കണ്ടാ മതി. അതായത് ഞാൻ എന്തോ വലിയ എന്നാ വലിയ വീട്ടിലാണ്, ഞാനെന്തോ പത്താനേനെ കറക്കുന്ന വീട്ടിലാണ് എന്നുള്ള തോന്നിച്ചാ മണ്ടേ ഞാൻ ഇവിടെ ഒന്നും വരണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡ്. അല്ല പണ്ട് നമ്മളൊരു മാഷ് ഉണ്ടായിരുന്നു. മാഷ് ഇങ്ങനെയാണെന്നായിരുന്നു, എന്താ വെച്ചാൽ ഈ ചില ആൾക്കാർ വലിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ മസിലും പിടിച്ചേക്കൂല്ലേ, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ഏത് വീട്ടിലാടാ, വലിയ വീട്ടിലാണോടാ, പത്താനേനെ കറക്കുന്ന വീട്ടിലാണോ ചോദിച്ചോ അല്ലെ. മാഷ് ഇത് കാണുന്നുണ്ടാവും ചിലപ്പോഴും, പറയാൻ പറ്റൂലായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ലക്ഷ്മീനെ ആർന്ന് പുറത്താക്കുക തന്നെ വേണം. നാളെ രാവിലെ ആകുമ്പോഴേക്ക് ലക്ഷ്മി അവിടെ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ലക്ഷ്മിക്ക് അവിടെ തുടരാനുള്ള ഒരു ഇതുമില്ല, അർഹതയില്ല. കാരണം അത്രയും ഭയങ്കരമായ മോശമായ വർത്താനം തന്നെയാണ്. നമുക്കെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതൊക്കെ, പക്ഷെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ ഇവറ്റകൾക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം ബാക്കിയുള്ളവരൊന്നും ആവശ്യമുള്ള കാര്യത്തിനൊന്നും കിട്ടിയില്ല, മറ്റത് കിട്ടിയില്ല, മറിച്ചത് കിട്ടിയില്ല, ഇതൊന്നും പറയുന്നതിനൊന്നും ഇവർക്ക്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, അവിടെ നിലവാരമുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനീഷ് അല്ലാതെ വേറൊരു ചെങ്ങാതി മാറൂല്ല. അതായത് വിദ്യാഭ്യാസപരമായിട്ടും ബാക്കി എല്ലാപരമായിട്ടും അതുപോലെ തന്നെ ഇതില് നല്ല അനീഷ് ഒന്നിലും പറയില്ല. കാരണം എന്താ അറിയാ, അനീഷിന് സംസാരിക്കാൻ വേണ്ടി യോഗ്യതയിൽ ഒരെണ്ണം അടിയില്ല, മനസ്സിലായ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് ശരിക്കും കത്തിയിട്ടുമില്ല. ഇനിയിപ്പോഴും ഒരു മിനിറ്റ് അല്ല ഏഷ്യാനെറ്റിൽ നിന്ന് കോളാവുന്നാർന്ന്. ഹലോ നാളെ ഒരാളെ വിടണോ? ഞാനാ വൈൽഡ് കാർഡായിട്ടാ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അത് പറ്റൂല. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വരണം, അത് പറ്റൂല. നിങ്ങൾ കാര്യം അടുത്ത സീസണിൽ വിളിക്കാറുണ്ട്. ഓക്കെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വൈൽഡ് കാർഡിന് ആരെങ്കിലും കയറ്റിയിട്ട് വേണം ഇത് പറയാൻ വേണ്ടി പോലും, മനസ്സിലായില്ലേ. മസ്താനിക്ക് ഒരു ദിവസം ലീവ് കൊടുക്ക്. മസ്താനി ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ മസ്താനിനെ ഇന്ന് വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. എന്തൊക്കെ ആയിക്കോട്ടെ, അഖിൽമാരും ടീമും വന്നിട്ട് ഇവളെ പിന്നെ ഇവക്ക് ലക്ഷ്മിക്ക് പകരം ഇവളെ അത് നോക്കിയായിരുന്നു. അതിനുശേഷം പിന്നെ ആള് മാറി എന്തുകൊണ്ടാണ് ഇവരെ എടുത്തത് എന്നിട്ട് അഖിൽമാരാർ പറയുന്നത് ഓ രക്ഷപ്പെട്ടു എന്ന്. അത് എനിക്കറിയില്ല. അതായത് ഈ ലക്ഷ്മി എന്ന് പറയുന്നത് അവിടെ എന്തിനാ ഈ ഒരു കഥ പറഞ്ഞത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മസ്താനിയല്ല ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപമാനിച്ചത് സെറീനേനെയാന്ന്. ഞാൻ പറയുന്നവർക്ക് അതായത് ഇനിയിപ്പോ ഈ കഥാപാത്രം മോശമാണെങ്കിലും മസ്താനി ആണെങ്കിലും ഒന്നും കൂടി അടിപൊളിയാക്കിയെന്നല്ലേ പറയാ. സെറീനക്ക് പകരല്ല ലക്ഷ്മിക്ക് പകരമാണോ? അല്ല സെറീനക്കല്ലേ? ആണോ? അത് ശരി. അത് ഇവ ഒന്ന് ഞാൻ പറയാ ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാല് ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ അഹങ്കാരത്തിന്റെ മൂർധന്യ അവസ്ഥയിലാണ്. ഒന്നുകിലും എന്ന് പറഞ്ഞാൽ UK ഡോളർ കണ്ടിട്ടുള്ള അഹങ്കാരമാണ്, ഇല്ലെങ്കിൽ ഞാനെന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളതാണ്. ഇവിടെ കയറി വന്നേരം പോലെ എനിക്ക് അതിന്റെ സ്വഭാവം പിടിച്ചിട്ടില്ല. ആ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി എന്തിനാ ഓള കൂടി ഇന്ന് ഫോട്ടോ വിടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവനുള്ള വിലയും കൂടി പോകുന്ന എനിക്ക് പറയാനുള്ളായിരുന്നു. മുൻ മത്സരാർത്ഥിക്ക് ഓനുള്ള വില വരെ പോകുന്ന എനിക്ക് പറയാനുള്ളൂ. ഇതിനെയൊക്കെ ആരെങ്കിലും പിന്താങ്ങൂടെ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്നാ പറഞ്ഞിട്ട് രേണുസുതി അല്ല, മറ്റേ രേണുസുദീനല്ല ആ വാക്ക് ഉപയോഗിക്കേണ്ടത്, ഈ സ്ത്രീയാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം മോശപ്പെട്ട സ്ത്രീ. അതായത് എന്തൊരഹങ്കാരാന്ന്, ഇമ്മാതിരി അഹങ്കാരം തോന്നിയ വാസല്ലേ പറഞ്ഞത്. എന്നിട്ട് പറയാ, എന്നിട്ട് എന്തൊക്കെയായാലും നാളെ കാണാം. നാളെ അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. അതല്ലേ ഇനിയിപ്പോ ലാലേട്ടൻ വന്ന് ചോദിച്ചാ ഭാഗ്യം. എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഇത് അറിയിച്ചു കൊടുത്തിട്ട് ഒന്നിക്കലും പറഞ്ഞാൽ ആ സ്ത്രീനെ പിടിച്ചിട്ട് ജയിലിലിടണം. ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഇനി അവിടുന്ന് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ കമ്മ്യൂണിറ്റികൾ മൊത്തം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിറങ്ങും മിക്കവാറും. അതായത് അല്ല ഈ ഇവരെ മിക്കവാറോ നാളെ ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ കമ്മ്യൂണിറ്റികള് ഇതുണ്ടാവും, മിക്കവാറും ഉണ്ടാവും, സ്ട്രൈക്ക് ഉണ്ടാവും മിക്കവാറും പറഞ്ഞു. അതെ അല്ല അഭിഷേക് ശ്രീകുമാർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ചെങ്ങാതി അങ്ങനെ അറിയപ്പെടുന്നതാണ്, ഓൻ അറിയപ്പെടുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് അതിന്റെ അകത്തൊക്കെ ഉടായ്പ ഒരുപാട്. അതല്ല അങ്ങനെയല്ല, അതിന്റെ അകത്ത് ഉടായ്പ വേറെയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ അഭിഷേക് ശ്രീകുമാറിന്റെ വേറൊരു ശ്രീകുമാർ വന്നില്ലേ, അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നാണ് ചെയ്തിനി
ജയദീപ് ജയദീപ് അവനെന്താ ചെയ്തിനി? അവനെന്താന്ന് അവൻ തന്നെ അറിയില്ല ഇപ്പൊ. അല്ല പറയുന്നേക്ക് അവനിപ്പോ ജാൻമണിയുടെ അല്ല അങ്ങനെയല്ല, അവനും ഇതേപോലെ എന്തെല്ലോ പറഞ്ഞിട്ടല്ലേ അതിൻ്റെ ഉള്ളിൽ കയറിനി. പക്ഷെ അവരൊന്നും കളിക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നു പോയിരുന്നതാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് അതല്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവന് പുറത്തുനിന്നേ നെഗറ്റീവാണ് ഈ അഭിഷേക് ശ്രീകുമാർ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ജയദീപുമായിട്ട് ഉടക്കി, ജയദീപുമായിട്ട് പിന്നെ അടിയായി, പിന്നെ അവർ രണ്ടും ബായി ആയി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹനിധികളായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ത്രീയെ ഒന്നുകിലും പുറത്താക്കുക, എന്നാലും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അഖിൽ മാരാറും മറ്റേവരും വന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്നാ? എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഒരഭിപ്രായവും ഇല്ല. അന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെടാതെയല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നാ പറയേണ്ടത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവനെ ചവിട്ടിയിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക വേണ്ടത്. അതായത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപമാനിച്ചിട്ട് പുറത്തു വരണം. കാരണം അത്രയും ആൾക്കാരെ അപമാനിച്ച് ഒരുത്തനാ വീണ്ടും ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ ഷോയിനെ തന്നെ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രഹസനം. അതല്ല ആ പാവം ശരിക്കും പറഞ്ഞാൽ ആ സീസണിൽ നിൽക്കുന്ന സമയത്ത് ഒരു റെസ്പെക്ട് ഒക്കെ ഉള്ള ഒരാളായിരുന്നേ. അത് പുറത്തിറങ്ങിയിട്ടുള്ള വിലയും കളഞ്ഞു എന്ന് പറഞ്ഞു. അല്ല ഈ സിബിന ഇത്രയും കുഴിയിൽ ചടിച്ച് കയ്യാണ്. അതായത് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് പോരാഞ്ഞിട്ട് അവിടെ വരുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെയാന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ശരിയാണ്. എന്നിട്ട് ഒരാൾക്ക് ഒരു മിണ്ടാട്ടം ഒന്നുമില്ലല്ലോ. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പോയിട്ട് കയറി വരുമ്പം വരാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അതാണെങ്കിൽ അപമാനിച്ചിരിക്കുമ്പോഴണം ബിഗ് ബോസ് അതാ വേണ്ടതായിരുന്നു. മനസ്സിലായി? ഇതെന്ന് പറയുന്നത് എന്തെന്ന് കഴിഞ്ഞ സീസണിൽ വന്നിട്ടില്ല. കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടില്ലല്ലോ. ഭയങ്കര പ്രശ്നമല്ലേ? അതങ്ങനെയാണ്. അതായത് ഈ പിന്നെ എന്താ വെച്ചാൽ ഇയാള് ഭയങ്കര ഓന്തിന്റെ സ്വഭാവം പോലെയാണ്. അതായത് ഇയാളൊക്കെ എന്നാ പറഞ്ഞ് ഇതാണ് പക്ഷെ ആളെ സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ല ഞാൻ ഈ സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. സീസൺ 5 ആക്ച്വലി വേറെ എതിരാളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം കൊണ്ടുപോയി. അല്ല ഇയാൾ അതെല്ലാം കൊണ്ടുപോയി. ഇനിയിപ്പോഴും ഇയാളെ ഏറ്റവും വലിയൊരു തലവേദന ആരാന്നറിയാം? അശ്വന്ത് കോക്കാന്ന്. കാരണം അശ്വന്ത് കോക്കെ ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇന്നേ പോയിട്ട് ആ കുത്തിയിരിക്കുന്നുണ്ട് ഒരാളാ. എന്തിനാ അറിയാ? ആദ്യത്തെ റിവ്യൂ അനക്കന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് 3 ലുങ്കിയും 2 ഷർട്ടും മേടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ പിന്നെ മറ്റേ എന്താ വെച്ചാൽ അഭിനയിച്ചിരുന്നില്ലേ അഖിൽ മാരാറ്? അഭിനയിച്ചില്ല. അഖിൽ മാരാറ് സംവിധാനം ചെയ്ത ഒരു സിനിമ താത്വിക അവലോകനം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. അപ്പോ ഞാൻ പിന്നെ വേറെ കാര്യമുണ്ട്. ഇന്ന് രാവിലെ തന്നെ കണ്ടന്റ് ഇല്ലാണ്ട് പരക്കമായി നേരിട്ടാ നീ. അതായത് കണ്ടന്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ട് മറ്റേ അനുമോള് സൈലന്റ് ആയി. പക്ഷെ അനുമോള് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റവനുമായിട്ട് ചിരിയും കളിയായിരുന്നു. അതൊന്നും പാടാട്ടാ, അതും പാടവളെ, അതും പാടപ്പാ. ശരിയല്ല, അതെനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവീൺ ആ ഒരു ടൈപ്പ് അല്ല. പ്രവീൺ ആക്ച്വലി അവിടെ ഒരു കണ്ടന്റ് ഇല്ലാത്തോണ്ട് അനുമോളുടെ പറയുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം, പ്രവീൺ ആ ടൈപ്പ് അല്ല. പക്ഷെ അനുമോൾ അതിൽ വീഴത്തുമില്ല. അനുമോൾ അതിലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വിടുക. അനുമോള് പ്രേമിക്കാനും കെട്ടാനും എന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ആരെയും കുറെ നോക്കി ഒന്നും നടന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പൊ അനീഷിന് ഇവരെന്തെല്ലോ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ശരിക്കും ആദിലും നൂറിയും ഭയങ്കരമായിട്ട് അനീഷിനെയും അനുമോളെയും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അല്ല അതിന്റെ അങ്ങനെയല്ല. ഈ ആദിലൊക്കെ ആകമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉള്ളത്. അതായത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ അനുമോളോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് അനുമോൾക്ക് കൈ കൊടുക്കുക. അതന്നെ നൂറോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാവും എന്നുള്ള പേടി നല്ല രീതിയിലുണ്ട്. അതും പോരാഞ്ഞിട്ട് ആ ടാസ്കിൽ എല്ലാവർക്കും കോയിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാക്കിയുള്ളവരെല്ലാരും പറയുന്നത് ആദിലക്കും കൊടുക്ക്, ലക്ഷ്മിക്കും കൊടുക്ക് എന്ന് പറയേണ്ട അവസ്ഥയിൽ വരെ എത്തിച്ചു. അത് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം എല്ലാരും അവിടെ ഒരുപോലെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക് എന്നാ അറിയാ, ഇനി നമ്മൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. അതായത് എത്ര സ്നേഹം എത്ര ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഒരു ദേഷ്യം തോന്നാണ്ടിരിക്കുക. ആ ദേഷ്യം കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ലേ ഇത്. അതങ്ങ് കാണിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ എല്ലാ കുടുംബവും ഭയങ്കര സ്നേഹത്തിലാന്നാ? അത് നീ ഒന്ന് പറ. പിന്നെ ആടെ തല്ലും പിടിയാലുണ്ടോ? ഇവിടെ കുറച്ച് കൂടുതലുണ്ടാവും ചിലപ്പോ, പറയാൻ പറ്റും. ഇപ്പോ പക്ഷെ പുറത്ത് പറയാൻ നിങ്ങളായിട്ട് പ്രശ്നമില്ല, അതല്ലേ പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളോട് ഇത് പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിൽ തീർക്കട്ടെ, നീ ഏതായാലും നമുക്ക് നോക്കാം എന്നുള്ള. ബിഗ് ബോസ് ആണെങ്കിൽ അറിഞ്ഞു കളിക്കുകയെന്ന്. ബിഗ് ബോസ് ഇതിലൊരു പൊട്ടിത്തെറി ഉണ്ടാകണം എന്ന് വിചാരിച്ച് കളിക്കുന്ന പോലെയാണ്.
അല്ലാതെ അവരാ ഈ കൊണ്ടുവരുമ്പോൾ ഒരു മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരോട് പറയും നിങ്ങൾ രണ്ടും രണ്ടാണ് എന്ന്. അത് ഭയങ്കര മോശല്ലേ? പക്ഷെ അവളത് പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു. ഇല്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കളിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? കളിക്കാൻ കഴിയില്ല. ഇനി ബിഗ് ബോസ് നീ കണ്ട ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ നല്ല രീതിയിൽ കളി പഠിപ്പിക്കുവാണെന്ന്. അതാണ് ചെയ്യാ മിക്കവാറും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്നെ വേഗം ഔട്ടാക്കുകയും ചെയ്യും. കണ്ടോ, അതിലെന്നെ ഔട്ടാക്കും. എന്നേരാന്ന് അവിടെ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയായിരുന്നു ചിലപ്പോഴും. അങ്ങനെയൊക്കെ വരുവായിരുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അപ്പൊ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്, നല്ല പേടിയുണ്ട്. അതുപോലെ 100 ആണെങ്കിൽ പക്ഷെ അത് വെറുക്കുവയ്യ. ഇപ്പൊ ഇന്ന് അനിമോളോട് ഭയങ്കരമായിട്ട് കയറിപ്പോ എല്ലാവരും 10 വോട്ട്, എനിക്ക് തോന്നുന്നു 10 വോട്ട് കിട്ടുന്ന ഇല്ലാണ്ടാവുകയ്യ. അതാണ് അല്ലെ, വോട്ട് കിട്ടൂല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 100 ഇടുന്ന ദേഷ്യം വന്നു. 100 നല്ല ദേഷ്യമുണ്ട്. 100 സമാധാനിപ്പിക്കാൻ പോകുന്നില്ല, 100 വേറെ ഒന്നിനു പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു അടിയും പിടിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴേ. ഇനി അത് മിക്കവാറും ബിഗ് ബോസ് ഇതങ്ങ് കത്തിക്കും. എന്നാ കാരണം എന്നറിയാം, ഇത് കത്തി പറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ റേറ്റിംഗ് പിടിച്ചാൽ പിടി കിട്ടൂല എന്നുള്ളതാണ്. അത്രമാത്രം റേറ്റിംഗിലായിരിക്കും പിന്നെ ഇത് ഓടുക എന്നുള്ളതാണ്. അല്ലെ, അപ്പൊ ഇത്രയല്ലേ ഇനി പറയാനുള്ളത്? അല്ലെ, കാര്യം വേറെ ഒന്നും ഇല്ലല്ലോ. ഏതായാലും പിന്നെ എന്താ പറയേണ്ടത്, ആ ഒരു ലക്ഷ്മിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് നാണക്കേടില്ലാതെ രക്ഷപ്പെടാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നാളെ പവർ അറിയട്ടെ. ഇനിയിപ്പോൾ 100-100 പവർ എന്തൊക്കെയാണെന്ന് നമുക്ക് വെളിയിൽ നിന്ന് അറിയാൻ പറ്റും. ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് അറിയാലോ അവിടെ. കാരണം ആരും മിണ്ടാണ്ടിരിക്കുന്നതാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ പവർ ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. അല്ലെ, എന്തായാലും നോക്കാം, അത് പ്രതികരിക്കാം. പിന്നെ ജാൻമണീനെ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ജാൻമണിന്ന് എന്തൊക്കെയാ പറയുന്നത്? അത് എന്തോ ഒരു വിഷമോ, എന്തോ ദേഷ്യമോ വിഷമോ. ഇനി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പഴയ പോലെ ഈ ജോലിയൊന്നും ഇല്ലെന്നെ സംശയമാണ്. ജാൻമണി ആക്ച്വലി ബിഗ് ബോസിൽ വന്നിട്ട് അതെന്റെ വീട് പോലെ കരുതിയിട്ട് പോയ ഒരാളായിട്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും സബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലിയ എപ്പിസോഡായിട്ട് നമുക്ക് നാളെ വരാം. നന്ദി, നമസ്കാരം.